അയ്യപ്പൻ്റെ മുതൽ കട്ടെടുത്തവർക്കൊക്കെ വലിയ വില അവരുടെ ജീവിതം കൊണ്ട് നൽകേണ്ടി വന്നിട്ടുണ്ട്. രണ്ടാം നവോത്ഥാനവും അതിനോടനുബന്ധിച്ച് നടന്ന സ്ത്രീ പ്രവേശന മഹോത്സവവും കഴിഞ്ഞപ്പോൾ നവോത്ഥാന നായകനും അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കും ജനങ്ങൾ സമ്മാനം നൽകി ആദരിച്ചത് 2019 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചുള്ള ഫലപ്രഖ്യാപന ചടങ്ങിലായിരുന്നു. അതോടുകൂടി രണ്ടാം നവോത്ഥാനം കഴിഞ്ഞു. ഇനിയും നവോത്ഥാനം ഉടനെ പൊങ്ങി വരില്ല എന്ന് പ്രതീക്ഷിച്ച് അയ്യപ്പ ഭക്തന്മാരെ ആശ്വസിച്ചിരുന്ന ഒരു നാളുകളിലാണ് അതാ വരുന്നു സ്വർണ്ണക്കൊള്ള. സ്വർണ്ണമോഷണം എന്ന് പറഞ്ഞ പോലെ സ്വർണ്ണക്കൊള്ള. കോഴിയെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കാൻ കുറുക്കനെ ഏൽപ്പിച്ചതുപോലെയാണ് കേരളത്തിലെ ക്ഷേത്രങ്ങൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ ഏൽപ്പിച്ചത് എന്നാണ് ഈ സ്വർണ്ണക്കൊള്ളയുടെ അവസാനത്തെ നിലവാരം നമ്മളെ കാണിക്കുന്നത്. ഭാരതത്തിൻ്റെ സ്വർണ്ണഖനി കോലാറിലാണെങ്കിൽ ദേവസ്വം ബോർഡിൻ്റെ സ്വർണ്ണഖനി ശബരിമലയിലാണ്. എന്തായാലും ശരി, കൊള്ള നടന്നു എന്നുള്ളത് വ്യക്തമാണ്. ഇനി കള്ളന്മാരാരൊക്കെയാണ്? കള്ളന്മാരെത്ര ഉന്നതരായാലും കൽത്തുറുങ്കിൽ അടയ്ക്കുമോ? ഇതാണ് പ്രേക്ഷകരിൽ ചിലർ ചോദിക്കുന്ന ചോദ്യം. അവർ ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ എന്നോട് ചോദിച്ചു. അതിന് ഞാൻ അവരോട് പറഞ്ഞ മറുപടി പറഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്തൊരു സുഹൃത്ത് പറഞ്ഞു, താങ്കളുടെ നിരീക്ഷണം തീർച്ചയായിട്ടും ജനഭൂമി ചാനലിൽ കൊടുക്കുക, പ്രേക്ഷകരുടെ അഭിപ്രായവും നമുക്ക് അറിയാമല്ലോ. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയെ എങ്ങനെയാണ് പ്രേക്ഷകർ സമീപിക്കുന്നത് എന്നറിയാൻ എൻ്റെ ഒരു നിരീക്ഷണം തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കൊടുക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരുടെ അഭിപ്രായം അറിയണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എന്നോട് ചില പ്രിയപ്പെട്ട സുഹൃത്തുക്കളിലെ അല്ലെങ്കിൽ പ്രേക്ഷകർ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കാര്യക്ഷമമാണോ? എൻ്റെ നിരീക്ഷണം ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കാര്യക്ഷമമാണ് എന്ന് തന്നെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഈ അന്വേഷണം നടക്കുന്നത് ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ്. അത് പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ അന്വേഷണം പൂർത്തിയാക്കാനുള്ള കാലാവധി 6 ആഴ്ചയാണ് അനുവദിച്ച് നൽകിയിരിക്കുന്നത്. അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചിടത്തോളം എൻ്റെ വ്യക്തിപരമായ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് അവർ സത്യസന്ധരാണ്, അഴിമതിക്കാരല്ല, നിർഭയം പ്രവർത്തിക്കാൻ തൻ്റെ ഇടമുള്ള നല്ല ഒന്നാം തരം ഓഫീസർമാരെയാണ് ഈ അന്വേഷണത്തിന് നിയമിച്ചിരിക്കുന്നത് എന്നാണ് എൻ്റെ വ്യക്തിപരമായ അന്വേഷണത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ഈ കേസിൻ്റെ നാൾ വഴികളൊന്ന് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, 2 ദിവസം മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ ദേവസ്വം ബെഞ്ചിലെ ജഡ്ജിമാർ അവരുടെ ചേംബറിലേക്ക് വിളിച്ചു വരുത്തി. ബഹുമാനപ്പെട്ട ജഡ്ജിമാർ അവരോട് തന്നെ നേരിട്ട് ചോദ്യങ്ങൾ ചോദിച്ചറിഞ്ഞു. അപ്പോൾ ഇതിനെക്കുറിച്ച് ചില ആളുകൾ ചില ചാനലുകളിലൊക്കെ കണ്ടു, ഇൻ ക്യാമറ ട്രയൽ ശരിയല്ല എന്ന്. സത്യത്തിൻ്റെ ഒരു ഇൻ ക്യാമറ ട്രയൽ അല്ല അതൊരു ഇൻ ക്യാമറ ഡിസ്കഷനാണ്. ഒരു ഓപ്പൺ കോർട്ടിൽ കോടതി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുന്ന ഈ ഉദ്യോഗസ്ഥന്മാർക്ക് ചില പ്രയാസങ്ങളുണ്ടാകും. അവർ ചിലർ സമ്മർദ്ദത്തിലാകും. അത്തരം സമ്മർദ്ദത്തിലൊന്നും ആകാതെ കൃത്യമായി സത്യസന്ധമായി അവരുടെ നിരീക്ഷണം കോടതിയെ ധരിപ്പിക്കാൻ ഏറ്റവും നല്ലത് ബഹുമാനപ്പെട്ട ജഡ്ജിമാരുടെ ചേംബറിലെത്തി അവരുടെ നിരീക്ഷണങ്ങൾ അറിയിക്കുക എന്നുള്ളതാണ്. വളരെ ശാസ്ത്രീയമായൊരു തീരുമാനമാണ് എടുത്തത്. അവരെത്തി അവരുടെ നിരീക്ഷണം അല്ലെങ്കിൽ അവരുടെ അന്വേഷണത്തിൻ്റെ വിശദാംശങ്ങൾ ബഹുമാനപ്പെട്ട കോടതിയെ ധരിപ്പിച്ചു. ഇതിലെല്ലാം ഉപരിയായിട്ട് ഈ നിരീക്ഷണങ്ങളൊക്കെ സീൽ ചെയ്തൊരു കവറിൽ കോടതിയെ ഏൽപ്പിക്കുകയും ചെയ്തു. ഈ അന്വേഷണ വിവരങ്ങളൊന്നും മേളിലേക്ക് എങ്ങും റിപ്പോർട്ട് ചെയ്യേണ്ട എന്ന് കോടതിയുടെ കർശനമായ നിർദ്ദേശത്തിലാണ് ഈ അന്വേഷണം നടക്കുന്നത്. എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീരുമാനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നത്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ മിനിറ്റ്സുകൾ പിടിച്ചെടുക്കാനാണ് പറഞ്ഞത്, പരിശോധിക്കാനല്ല പറഞ്ഞത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ വളരെ വ്യക്തമാണ് കോടതി ഇക്കാര്യത്തിൽ സ്വീകരിച്ചിരിക്കുന്ന സമീപനം എത്ര നിശ്ചയദാർഢ്യത്തോടുള്ളതാണ്, എത്ര കൃത്യമാണ് എന്ന് ഇതുവരെയുള്ള അന്വേഷണത്തിൽ കോടതിയുടെ ഓരോ ഇടപെടലും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ പ്രവർത്തനവും തെളിയിക്കുന്നത്. രണ്ടാമത് ചില ആളുകൾ ചോദിച്ച ഒരു ചോദ്യം, ഈ അന്വേഷണം കേരള പോലീസിനെ ഏൽപ്പിക്കുന്നതിനേക്കാൾ നല്ലത് CBIയെ ഏൽപ്പിക്കുന്നത് ആയിരുന്നില്ലേ? എൻ്റെ ഉത്തരം അല്ല. അതിൻ്റെ കാരണം
നമ്മുടെ ഈ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷനെക്കുറിച്ച് കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്, കൂട്ടിലടച്ച തത്തയാണ്. അത് പോകട്ടെ. ഈ CBI വിശുദ്ധന്മാരുടെ ഒരു അന്വേഷണ ഏജൻസിയാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ടെങ്കിൽ ശരിയൊന്നുമല്ല. അവിടെയും നല്ല ഉദ്യോഗസ്ഥന്മാരുണ്ട്, വളരെ മോശമായ ഉദ്യോഗസ്ഥന്മാരുമുണ്ട്, അഴിമതിക്കാരും CBIയിലുണ്ട്. കേരള പോലീസിൽ എത്രയോ സമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാരുണ്ട്. CBIയേക്കാൾ ഒട്ടും മോശമല്ല, ഒരുപക്ഷെ അതിനേക്കാൾ മെച്ചമായി പ്രവർത്തിക്കാൻ കഴിയുന്ന നല്ല ഭക്തിസമർത്ഥന്മാരായ ഉദ്യോഗസ്ഥന്മാർ കേരള പോലീസിലുണ്ട്. അവരെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്തത് ഗവൺമെൻറ്റിൻ്റെ സ്വാർത്ഥത കൊണ്ടോ അല്ലെങ്കിൽ രാഷ്ട്രീയ താല്പര്യമോ വെച്ചായിരിക്കാം. പക്ഷേ കേരള പോലീസ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച പോലീസ് ഫോഴ്സിലൊന്നാണ്, ഒരുപക്ഷെ ഏറ്റവും മികച്ചതാണ് എന്ന് പറയുന്നതിൽ പോലും തെറ്റില്ല. അപ്പോൾ കോടതിയുടെ മേൽനോട്ടത്തിൽ കോടതി തിരഞ്ഞെടുത്ത ഏറ്റവും സമർത്ഥരായ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെയാണ് ഈ അന്വേഷണം ഏൽപ്പിച്ചിരിക്കുന്നത്. അവരന്വേഷിക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിലുമാണ്. എന്തായാലും ശരി, CBI ഈ കേസ് അന്വേഷിക്കുന്നതിനേക്കാൾ ഏറ്റവും മികച്ചത്, ഏറ്റവും നല്ലത് ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കോടതിയുടെ മേൽനോട്ടത്തിൽ അന്വേഷണം നടത്തുന്നതാണ് എന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും CBI ഉദ്യോഗസ്ഥന്മാരെക്കാൾ ഞാൻ വിശ്വസിക്കുന്നത് ഇന്ത്യയിലെ കോടതികളെയാണ്. അതുകൊണ്ട് തന്നെ കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ അന്വേഷണം സത്യസന്ധമായിരിക്കും എന്ന് തന്നെയാണ് ഒരു പത്രപ്രവർത്തകൻ എന്നുള്ള നിലയിലായാലും ശരി, ഒരു പൗരൻ എന്നുള്ള നിലയിലായാലും എൻ്റെ അഭിപ്രായം. പിന്നെ മൂന്നാമത് ചില ആളുകൾ ചോദിച്ച ഒരു സംശയം, രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകുമോ? അതിന് സംശയം എന്താ? രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകും എന്നുള്ള കാര്യം. കേരളത്തിൽ ഏത് കേസിലാണ് രാഷ്ട്രീയ ഇടപെടൽ ഉണ്ടായിട്ടില്ലാത്തത്? പക്ഷേ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകും. ഈ ഇടപെടലുകൾക്ക് വിധേയരാകുമോ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ എന്നുള്ളതാണ് പ്രശ്നം. അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ ഈ രാഷ്ട്രീയ ഇടപെടലുകൾക്ക് വിധേയരാകും എന്ന് ഞാൻ കരുതുന്നില്ല. ഇതുവരെ നടന്ന 2 പ്രതികളുമായി ബന്ധപ്പെട്ട ചില ബന്ധങ്ങൾ, രാഷ്ട്രീയ ബന്ധങ്ങൾ നമ്മൾ പരിശോധിക്കണം. അതിലൊന്നാമത് ഉണ്ണികൃഷ്ണൻ പോറ്റിയും കടകംപള്ളി സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം തന്നെയാണ്. കടകംപള്ളി സുരേന്ദ്രൻ അവകാശപ്പെടുന്നത് പോലെ അദ്ദേഹം യാദൃശ്ചികമായി കണ്ടതോ ഏതെങ്കിലും ഒരു യോഗത്തിൽ കണ്ടതോ അദ്ദേഹത്തിന് കാര്യമായി പരിചയമില്ലാത്ത ഒരാളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞാൽ അതൊട്ടും ശരിയാവില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റിയും അദ്ദേഹവുമായി ഇടപെടുന്നതും സംസാരിക്കുന്നതുമായ ഒട്ടേറെ ഫോട്ടോഗ്രാഫ്സ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. അപ്പോൾ കടകംപള്ളി സുരേന്ദ്രൻ്റെ അടുത്ത സുഹൃത്താണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നാണ് സാഹചര്യ തെളിവുകൾ കാണിക്കുന്നത്. അതുകൊണ്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഉന്നത തലത്തിലുള്ള ബന്ധങ്ങൾ തീർച്ചയായിട്ടും ഉണ്ണികൃഷ്ണൻ പോറ്റിക്കുണ്ട്. ആ ബന്ധങ്ങൾ ഈ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സഹായകരമായി വരുമോ എന്നുള്ളത് നമ്മൾ ഈ ദിശയിൽ പറയാൻ പറ്റില്ല. പക്ഷേ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാകും എന്ന കാര്യത്തിൽ തർക്കമില്ല. കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത മുരാരിയെ സംബന്ധിച്ചിടത്തോളം, ഈ മുരാരി NSS ജനറൽ സെക്രട്ടറി ശ്രീ G. സുകുമാരൻ നായരുടെ അടുത്ത ബന്ധുവാണ്. ഇതിലെല്ലാം ഉപരിയായിട്ട് വരുന്ന കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡൻറ്റുമാണ് ഈ മുരാരി ബാബു. മുരാരി ബാബുവിന് വലിയ സ്വാധീനമാണ് NSSലുള്ളത്. അയാളുടെ ഈ സ്വാധീനമാണ് ഈ ദേവസ്വം ബോർഡിൽ ഇത്ര ഉന്നതമായൊരു പദവിയിൽ മുരാരി ബാബുവിനെ എത്താൻ സഹായിച്ചത്. സുകുമാരൻ നായർക്ക് ഗവൺമെൻറ്റിലുള്ള സ്വാധീനത്തെക്കുറിച്ച് നമുക്കറിയാം. പിന്നെ വ്യക്തിപരമായി സുകുമാരൻ നായർ അഴിമതിക്ക് കൂട്ടുനിൽക്കുന്ന ഒരാളാണെന്നുള്ള സാഹചര്യങ്ങളാണ്, തെളിവുകളാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരുപാട് അഴിമതി ആരോപണമുണ്ട്. വ്യക്തിപരമായി തന്നെ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപണങ്ങളുണ്ട്. സ്വജനപക്ഷപാതവും അതുപോലെ തന്നെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ അദ്ദേഹത്തിൻ്റെ പേരിൽ ആരോപിക്കപ്പെട്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ സുകുമാരൻ നായരെ പോലെ ഒരാളുടെ പേട്രനേജിൽ കഴിയുന്ന, അല്ലെങ്കിൽ സുകുമാരൻ നായരെ പോലെ ഒരാളാണ് മുരാരി ബാബുവിൻ്റെ ഗോഡ് ഫാദർ എന്ന് പറഞ്ഞാൽ അവിടെയും രാഷ്ട്രീയ ഇടപെടാനുള്ള സാഹചര്യം തീർച്ചയായിട്ടും ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, 2 പ്രതികളെയാണ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഒന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മറ്റൊന്ന് മുരാരി ബാബുവിനെയും. ഈ 2 പേരുടെയും രാഷ്ട്രീയ ബന്ധങ്ങൾ ഏതാണ്ട് വ്യക്തമാണ്. ഈ രാഷ്ട്രീയ ബന്ധം ഉപയോഗിച്ച് അവർക്ക് ഈ അന്വേഷണത്തിൽ നിന്ന് ഊരിപ്പോരാൻ കഴിയുമോ എന്ന് ചോദിച്ചാൽ തൽക്കാലം കഴിയും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിൻ്റെ കാരണം കോടതിയുടെ മേൽനോട്ടത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് തന്നെയാണ്. പിന്നെ മറ്റൊരു ചോദ്യമുള്ളത്, ഉദ്യോഗസ്ഥന്മാർ സ്വാധീനത്തിന് വഴങ്ങുമോ? ഒരു സുഹൃത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ കേരള പോലീസിലെ ഉദ്യോഗസ്ഥന്മാരല്ലേ, അവർ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആളുകളല്ലേ, അവരുടെ മുകളിൽ സ്വാഭാവികമായി സമ്മർദ്ദം ഉണ്ടാകില്ലേ? അപ്പോൾ ഉദ്യോഗസ്ഥന്മാർ ഒരു സ്വാധീനത്തിന്, പൊളിറ്റിക്കൽ പ്രഷറിന് വഴങ്ങുമോ? എൻ്റെ അഭിപ്രായം, ഉദ്യോഗസ്ഥന്മാർ പൊളിറ്റിക്കൽ പ്രഷറിന് വഴങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അതിന് 2 കാരണമാണുള്ളത്. ഒന്നാമത്തെ കാര്യം, ഈ കേസ് അന്വേഷണം നടക്കുന്നത് ബഹുമാനപ്പെട്ട കോടതിയുടെ മേൽനോട്ടത്തിലാണ്. കോടതി കൃത്യമായി ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കേസിൽ
അത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന് അദ്ദേഹത്തിൻ്റെ മുകളിൽ എത്ര സമ്മർദ്ദം വന്നാലും ആ സ്വാധീനത്തിന് വഴങ്ങുക അസാധ്യമാണ് എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. രണ്ടാമത്തെ കാര്യം, ഈ പ്രഷർ കൊടുക്കുന്നത് ഭരിക്കുന്ന ഗവൺമെൻറ്റാണ്. പ്രതിപക്ഷത്തിന് പ്രഷർ കൊടുക്കാൻ പറ്റില്ലല്ലോ. ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ കാലാവധി 2026 അവസാനിക്കുകയാണ്. കാലാവധി ഏതാണ്ട് പൂർത്തിയായ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അത് ദുർബലമായ ഗവൺമെൻറ്റാണ്, ഏതാണ്ട് നിർജ്ജീവാവസ്ഥയിലുള്ള ഒരു ഗവൺമെൻറ്റുമാണ്. അവർ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ആര് പറഞ്ഞാലും അത് അതേപടി അനുസരിക്കാൻ ഉദ്യോഗസ്ഥന്മാർ വിമുഖത കാണിക്കും എന്നാണ് ഈ ഭരണരംഗത്തുള്ള പരിമിതമായ സമയത്തെ എൻ്റെ പരിചയം കൊണ്ട് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പലപ്പോഴും സെക്രട്ടേറിയറ്റിൽ നിന്ന് ഇനിയിപ്പം മന്ത്രിമാർ ഫയൽ വിളിച്ചാൽ പോലും കിട്ടാൻ താമസം വരും. കാരണം ഈ ഗവൺമെൻറ് കാലാവധി തീരുകയാണ് എന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർക്കറിയാം. തിരിച്ച് വീണ്ടും ഇങ്ങനൊരു ഗവൺമെൻറ് വരും എന്ന കാര്യത്തിൽ യാതൊരു ഉറപ്പുമില്ല എന്നും അറിയാം. അതുകൊണ്ട് തന്നെ കാലാവധി തീരാറായ ഒരു ഗവൺമെൻറ്റിന് അന്വേഷണ ഏജൻസിയിലെ അല്ലെങ്കിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ മുകളിൽ കാര്യമായ സ്വാധീനം ചെലുത്താൻ കഴിയില്ല. ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ഉദ്യോഗസ്ഥന്മാർ സ്വാധീനത്തിന് വഴങ്ങും എന്ന് വിശ്വസിക്കാൻ പറ്റില്ല. ഇനിയും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ കേസിലെ പ്രധാനപ്പെട്ട പ്രതികൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബുവും മാത്രമാണെന്ന് ഞാൻ കരുതുന്നില്ല. ദേവസ്വം ബോർഡിൽ എന്ത് നടക്കണമെങ്കിലും ദേവസ്വം ബോർഡ് അറിയാതെ നടക്കില്ല. ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും 2 മെമ്പർമാരും അറിയാതെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിലെ ഒരു ഇല പോലും കൊഴിയുകയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ തീർച്ചയായിട്ടും ഈ ദേവസ്വം ബോർഡിന് അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റന്മാർക്കും ആ കാലഘട്ടത്തിലെ ഇപ്പോഴത്തെയും മെമ്പർമാർക്കും ഞാനൊന്നും അറിഞ്ഞില്ലേ രാമനാരായണ എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഈ കാലയളവിൽ ഇരുന്ന 4 പ്രസിഡൻറ്റന്മാരാണ് 2017 അതായത് പ്രയാർ ഗോപാലകൃഷ്ണൻ മാറിയതിന് ശേഷം വന്ന ആദ്യത്തെ പ്രസിഡന്റ് 2017 പ്രസിഡൻ്റായിട്ട് ചുമതലയേറ്റത് എ പത്മകുമാറാണ്. അതിന് 2 വർഷം ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നു. 2019 എൻ വാസു ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായി. 2021 അനന്തഗോപൻ പ്രസിഡൻ്റായി. 2023 ഇപ്പോഴത്തെ പ്രസിഡൻറ്റ് PS പ്രശാന്തും പ്രസിഡൻ്റായിരിക്കുന്നു. ഈ പ്രസിഡൻറ്റന്മാരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് അല്ലെങ്കിൽ പ്രസിഡൻറ്റന്മാരുടെ ഒരു പൊളിറ്റിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒന്ന് പരിശോധിച്ചാൽ എ പത്മകുമാർ CPIM പത്തനംതിട്ട ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പറാണ്. അദ്ദേഹം XMLA ആണ്. രാഷ്ട്രീയത്തിൽ നല്ല സ്വാധീനമുള്ള ഒരാളാണ്. വളരെ ചെറുപ്പകാലത്ത് തന്നെ രാഷ്ട്രീയത്തിൽ ഉദിച്ചുയർന്നു വന്ന DYFIയിൽ നിന്ന് വന്ന നേതാക്കന്മാരിൽ ഒരാളാണ് എ പത്മകുമാർ. അപ്പോൾ എ പത്മകുമാർ ഈ കേസുമായിട്ട് അന്വേഷണം വന്നപ്പം അദ്ദേഹം പറഞ്ഞത്, ഞാൻ നെഞ്ചു പിരിച്ച് നിൽക്കുകയല്ലേ, അന്വേഷണം വരട്ടെ എന്നാണ് എ പത്മകുമാർ ദൃശ്യ മാധ്യമങ്ങളോടെ പറഞ്ഞത്. അതുപോലെ തന്നെ ശബരിമലയുമായി ബന്ധപ്പെട്ട് എ പത്മകുമാർ നേരത്തെ തന്നെ സ്വീകരിച്ച ഒരു നിലപാട് CPMന് അസ്വാരസ്യമുണ്ടാക്കിയ വസ്തുതയും നമുക്കറിയാം. ശബരിമല സ്ത്രീ പ്രവേശനം വന്നപ്പോൾ പത്രക്കാർ ചോദിച്ചപ്പോൾ പത്മകുമാർ പറഞ്ഞു, എൻ്റെ വീട്ടിലെ സ്ത്രീകളെ പടി ചവിട്ടാൻ വിടുന്നില്ല, അവരവിടെ പോയി പടി ചവിട്ടേണ്ട കാര്യമില്ല, ചെയ്യില്ല എന്ന് പറഞ്ഞു. അപ്പം ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റ് അദ്ദേഹത്തിൻ്റെ വീട്ടിലെ സ്ത്രീകളെ ശബരിമല സ്ത്രീ പ്രവേശനത്തിനായി വിടില്ല എന്ന് പറഞ്ഞിട്ട് നാട്ടുകാരെല്ലാം നിങ്ങളുടെ സ്ത്രീകളെയൊക്കെ അങ്ങോട്ട് പറഞ്ഞു വിട് എന്ന് പറയുന്നതിനകത്ത് അർത്ഥമില്ലല്ലോ. അത് തീർച്ചയായിട്ടും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വല്ലാത്ത ഒരു അസ്വാരസ്യം ഉണ്ടാക്കി. അത് പാർട്ടി നേതൃത്വത്തിൻ്റെ ശക്തമായ വിമർശനത്തിനും കോപത്തിനും പത്മകുമാർ ഇരയായി എന്നുള്ളൊരു വസ്തുതയാണ്. പക്ഷേ ഈ കേസുമായി ബന്ധപ്പെടുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കാലഘട്ടത്തിൽ ഈ സ്വർണം ചെമ്പായി മാറിയത് പത്മകുമാർ പ്രസിഡൻ്റായിരുന്ന കാലഘട്ടത്തിലാണ്. അതിന് എത്രമാത്രം ഉത്തരവാദിയാണ് പത്മകുമാർ എന്നുള്ളത് അന്വേഷണത്തിലേ അറിയാൻ കഴിയുള്ളൂ. നെഞ്ചു വിരിച്ചാണ് താൻ നിൽക്കുന്നത് എന്ന് പത്മകുമാർ പറഞ്ഞു. അന്വേഷണം കഴിയുമ്പോഴും നെഞ്ചു വിരിച്ച് തന്നെ അദ്ദേഹത്തിന് നിൽക്കാൻ കഴിയുമോ എന്നുള്ളത് അന്വേഷണം കഴിഞ്ഞ് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. 2019 വന്ന ആൾ എൻ വാസുവാണ്. എൻ വാസു 2 റോളിൽ അഭിനയിച്ചിട്ടുള്ള ഒരാളാണ്. അദ്ദേഹം ദേവസ്വം കമ്മീഷണറായിട്ടിരുന്നിട്ടുണ്ട്, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡൻ്റായിട്ടും ഇരുന്നിട്ടുണ്ട്. അദ്ദേഹം പ്രസിഡൻ്റായിട്ടിരുന്ന ആ കാലഘട്ടത്തിൽ, അദ്ദേഹം കമ്മീഷണറായിട്ടിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അവതാരകർമ്മം നടക്കുന്നത് എന്നാണ് ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അത് ശരിയാണോ എന്നെനിക്കറിയില്ല. എന്തായാലും ശരി, ഉണ്ണികൃഷ്ണൻ പോറ്റി എൻ വാസുവുമായി അടുത്ത ബന്ധവും പരിചയമുള്ള ഒരാളാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച ഏഷ്യാനെറ്റിൻ്റെ ചാനലിൽ നടക്കുകയുണ്ടായി. ആ സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ട് എൻ വാസുവിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റ്, ഒരു പ്രസ്താവന ഞാൻ കാണുന്നത്. അബിൻ വർക്കി
കോടതി ഉത്തരവ് വായിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിനും അതിൻ്റെ പ്രസിഡന്റ് എൻ വാസുവിനും ഇതിൽ നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല, അത് ധാർമ്മികമായും കഴിയില്ല, സാങ്കേതികമായും കഴിയില്ല എന്ന് അബിൻ വർക്കി തൻ്റെ വാദം ഉന്നയിച്ചപ്പോൾ എൻ വാസു വല്ലാതെ വിസിബിളി അദ്ദേഹം ഫ്രസ്ട്രേറ്റഡ് ആയിട്ടാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. കോടതി വിധി വായിക്കുന്നതും കേൾക്കുന്നതിൽ തന്നെ അദ്ദേഹം അസഹ്യത കാണിക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്തായാലും ശരി, അബിൻ വർക്കിയുടെ ചോദ്യത്തിൻ്റെ മുന്നിൽ എൻ വാസു പതറുന്ന ഒരു ചിത്രമാണ് ഏഷ്യാനെറ്റിൻ്റെ ഒരു ഡിസ്കഷനിൽ എനിക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് വാസു കുറ്റക്കാരനാണ് എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചോദ്യത്തിന് കൃത്യമായി ഉത്തരം പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ്. രണ്ടാമത് വരുന്നത് പിന്നീട് വന്ന 2021 വന്ന അനന്തഗോപനാണ്. അനന്തഗോപൻ നിശബ്ദനാണ്. അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുന്നില്ല. വളരെ സാന്ദർഭികമായി ചോദിച്ച ഏതോ ചോദ്യങ്ങൾക്ക് അദ്ദേഹം ഉത്തരം പറഞ്ഞു. അതല്പം വിവാദമായപ്പോൾ അദ്ദേഹം പിന്നീട് ഇക്കാര്യത്തെക്കുറിച്ച് വ്യക്തമായി ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. പിന്നെ ഇപ്പോഴത്തെ പ്രസിഡന്റ് PS പ്രശാന്താണ്. PS പ്രശാന്ത് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കയ്യിൽ ഈ പാളികളൊക്കെ പീഠം കൊടുത്തയക്കാൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നിർദ്ദേശിച്ചതനുസരിച്ച് എന്നാണ് എഴുതിയിരിക്കുന്നത്. നിർദ്ദേശിച്ചിട്ട് അദ്ദേഹം പറയുന്നതിൻ്റെയൊക്കെ ഉത്തരവാദികൾ ഉദ്യോഗസ്ഥന്മാരാണെന്നാണ്. അപ്പോൾ അദ്ദേഹം നിർദ്ദേശിച്ചതിൻ്റെ ഉത്തരവാദി ഉദ്യോഗസ്ഥന്മാരാണോ അദ്ദേഹത്തെ കൊണ്ട് നിർദ്ദേശിപ്പിക്കുന്നത്? എന്തായാലും ശരി, പ്രശാന്തിൻ്റെ ആർഗ്യുമെൻ്റ് അങ്ങനെ പെട്ടെന്ന് നമുക്ക് സ്വീകരിക്കാൻ കഴിയുന്ന ഒന്നായിട്ട് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തിൻ്റെ ആർഗ്യുമെൻ്റ് എത്രമാത്രം സത്യസന്ധമാണ് എന്നുള്ളത്, ഈ കേസുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് എത്രമാത്രം ഇൻവോൾവ്മെൻ്റ് ഉണ്ട് എന്നുള്ളതും കേസിൻ്റെ അന്വേഷണത്തിൻ്റെ അവസാനമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. പിന്നെ അവസാനം വന്ന ഒരു ഡെവലപ്മെൻറ്റ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് മുരാരി ബാബുവിനെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ്. മുരാരി ബാബുവിനെ നേരത്തെ നോട്ടീസ് കൊടുത്തല്ല അറസ്റ്റ് ചെയ്തത്. പെരുന്നയിലുള്ള അദ്ദേഹത്തിൻ്റെ വീട്ടിൽ രാത്രി 10 മണിക്ക് നിന്ന് കസ്റ്റഡിയിലെടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ പോലീസ് ഒരു കാര്യം ചെയ്യുമ്പോൾ കൃത്യമായി ആ പ്രതിയുടെ സ്വഭാവവും മനോഭാവവും ഒക്കെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അത് ചെയ്യുന്നത്. 10 മണിക്ക് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മുരാരി ബാബുവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു, നേരെ കൊണ്ടുവന്നു കോടതിയിൽ ഹാജരാക്കി. അപ്പോൾ കോടതിയിൽ ഹാജരാക്കിയപ്പോൾ ഏറ്റവും കൗതുകകരമായ ഒരു കാര്യം, സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം അദ്ദേഹത്തിനെ കസ്റ്റഡിയിലേക്ക് ആവശ്യപ്പെട്ടില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജയിലിലേക്ക് അയച്ചു. അതൊരു പ്രധാന വഴിത്തിരിവായിട്ട് തന്നെയാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. SITയുടെ കസ്റ്റഡിയിലെടുത്തു കഴിഞ്ഞാൽ ഒരുമാതിരി നല്ല ഭക്ഷണം കിട്ടും, കിടന്നുറങ്ങാനുള്ള സൗകര്യം കിട്ടും, വലിയ ശല്യങ്ങളൊന്നുമില്ല, ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ മതി. മറുപടി പറയാതിരുന്നാൽ അവർക്ക് മറുപടി പറയിപ്പിക്കാൻ അറിയാം, അത് പറയിപ്പിക്കുകയും ചെയ്യും. പറയിപ്പിച്ചെങ്കിൽ ഈ കേസ് മുന്നോട്ട് പോവുകയും ഉള്ളൂ. അപ്പം അത് ചെയ്യാതെ നേരെ ജയിലിലേക്ക് മുരാരി ബാബുവിനെ വിടാൻ SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തീരുമാനിച്ചത് എന്തുകൊണ്ടാണ് എന്ന് ആലോചിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, മുരാരി ബാബു ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പോലെ പെട്ടെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് വഴങ്ങുന്ന ഒരാളല്ല. മുരാരി ബാബുവിനെ നയിക്കുന്നത് ഒന്ന് ഗർവ്, മറ്റൊന്ന് അഹങ്കാരം, ഉന്നതങ്ങളിലുള്ള പിടിപാട്, ഇതുമൊക്കെയായിട്ടാണ് അദ്ദേഹം ചെല്ലുന്നത്. വലിയൊരു ഭാരവും തലവെച്ചുകൊണ്ടായിരിക്കും ചെല്ലുന്നത്. പോലീസുകാർക്ക് അതിൽ നിന്ന് അദ്ദേഹത്തിൽ നിന്ന് മോചിപ്പിച്ചെടുക്കാൻ ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വരും. അതേസമയം 14 ദിവസം സബ് ജയിലിൽ അദ്ദേഹം കുറ്റവാളികളോടൊപ്പം ജീവിച്ചു കഴിയുമ്പോൾ ഈ സ്ഥിതിയൊക്കെ മാറും. ശബരിമല മോഷണക്കേസിൽ പ്രതിയായിട്ട് വരുന്ന ഒരാൾ ജയിലിലേക്ക് ചെന്നാൽ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്ന് ജയിലിൽ പോകാതെ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഈ 10-14 ദിവസം ജയിലിൽ കിടക്കുമ്പോൾ തന്നെ SITയുടെ അന്വേഷണം അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ വേണ്ട, മറിച്ച് ജയിൽവാസം തന്നെ മാനസികമായി മുരാരി ബാബുവിനെ തളർത്തും. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ അഹങ്കാരവും ഗർവും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചുള്ള ആത്മവിശ്വാസവും ഒക്കെ തകർന്നു പോകും. അങ്ങനെ ഏതാണ്ട് മാനസികമായി പരുവപ്പെട്ട ഒരാളിനെ ആയിരിക്കും സ്വാഭാവികമായിട്ട് SIT കസ്റ്റഡിയിലെടുക്കുന്നത്. അവരുടെ ചോദ്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ മുരാരി ബാബുവിൽ നിന്ന് ഉത്തരം കിട്ടും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഇതുവരെ നടന്ന ഒരു അന്വേഷണത്തിൻ്റെ ഒരു ട്രാക്ക് നമ്മളൊന്ന് പരിശോധിച്ച് നോക്കിയാൽ ഇപ്പോൾ അന്വേഷണം വളരെ കൃത്യമായിട്ടാണ് പോകുന്നത്, സത്യസന്ധമായിട്ടാണ് പോകുന്നത്, അതുപോലെ തന്നെ ശാസ്ത്രീയമായിട്ടാണ് പോകുന്നത് എന്നാണ് എൻ്റെ വിശ്വാസം. ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ആദ്യം പിടികൂടി, രണ്ടാമത് മുരാരി ബാബുവിലേക്ക് എത്തിയ സാഹചര്യത്തിൽ ഒരുപാട് മീനുകൾ ഇനിയും ഈ വലയിൽ കുടുങ്ങാനുള്ള സാധ്യത വളരെ വലുതാണ്. എന്തായാലും ശരി, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡും അവിടുത്തെ പ്രസിഡന്റുമാരും മെമ്പർമാരും ഉദ്യോഗസ്ഥന്മാരുമൊക്കെ നടത്തിയ കൊള്ളയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഈ ഭക്തജനങ്ങൾ ക്ഷേത്രത്തിൽ പോയി അവരർപ്പിച്ച കാണിക്കയും അവർ നൽകിയ സ്വർണവും ഒക്കെ
എങ്ങോട്ട് പോയി ദൈവമേ എന്നാലോചിക്കുമ്പോൾ സത്യത്തിന് വേദനയുണ്ട്. അറബിക്കഥയിലെ ആലിബാബായും 40 കള്ളന്മാരും കൊള്ളയടിച്ചതിനേക്കാൾ എത്രയോ വലിയ കൊള്ളയാണ് തിരുവിതാംകൂറിലെ ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും മെമ്പർമാരും ഈ കമ്മീഷണർ, തിരുവാഭരണ കമ്മീഷണർ, ഇവറ്റകളെല്ലാം കൂടെ ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, ഞാൻ അയ്യപ്പ ഭക്തനാണ്, അയ്യപ്പ വിശ്വാസിയാണ്. അയ്യപ്പൻ്റെ മുതൽ കട്ടെടുത്ത പലരുമുണ്ട്. അവരുടെയൊക്കെ ജീവിതാന്ത്യം വളരെ ദയനീയമായിരുന്നു. അവരുടെ തലമുറകൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ അതിനേക്കാൾ കഷ്ടതകൾ നിറഞ്ഞതാണ്. അയ്യപ്പൻ ശാന്തനാണെങ്കിലും അദ്ദേഹം ക്ഷിപ്രകോപി അല്ലെങ്കിലും അയ്യപ്പൻ്റെ മുതൽ കട്ടെടുത്തവർക്കൊക്കെ വലിയ വില അവരുടെ ജീവിതം കൊണ്ട് നൽകേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഒരുപക്ഷെ ഞാൻ വിശ്വാസിയായതുകൊണ്ട് എനിക്ക് തോന്നുന്നതാകാം. എന്തായാലും ചരിത്രം അങ്ങനെയാണ് കാണിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഇപ്പോൾ നടക്കുന്ന അന്വേഷണത്തിൽ വ്യക്തിപരമായി എനിക്ക് വിശ്വാസമുണ്ട്. ഇത് ഉന്നതന്മാരിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുള്ള ഒരു കേസാണ്. ഏത് ഉന്നതനെയാണെങ്കിലും കസ്റ്റഡിയിലെടുത്ത് കാര്യങ്ങൾ ചെയ്യാൻ ധൈര്യമുള്ള പോലീസ് ഓഫീസർമാരാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ഇതിലെല്ലാം ഉപരിയായിട്ട് കൃത്യമായി ദേവസ്വം ബോർഡിൻ്റെ ബഹുമാനപ്പെട്ട 2 ജഡ്ജിമാരുടെ കൃത്യമായ മേൽനോട്ടത്തിൽ നടക്കുന്ന ഈ കേസായതുകൊണ്ട് കേരളം കണ്ട ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ളയുടെ ഉത്തരവാദികളെ കൽത്തുറുങ്കിൽ അടയ്ക്കാൻ കഴിയും എന്ന് വിശ്വസിക്കുന്ന ഒരു പൗരനാണ് ഞാൻ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യൂ. ബെൽ ബട്ടൺ അമർത്താനും മറക്കരുത്.